ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാത്തൂൻ്റെ വീട്ടിലാണ്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളെ വീട്ടിലാണ്. ഞാൻ പെരുന്നാളൊക്കെ കഴിഞ്ഞ് താത്താൻ്റെ കൂടെ 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കിച്ചണിൽ താത്ത ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ്. ചപ്പാത്തിയൊക്കെ ചുട്ട ശേഷം ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നു. എല്ലാവരും ഒരുമിച്ചായിരുന്നു ഇരുന്നത്. ചപ്പാത്തിയും ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ താത്താക്ക് 3 മക്കളാണുള്ളത്. ഒരു മോനും 2 പെൺമക്കളും. അത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തിയും ചിക്കൻ കറിയും. താത്താൻ്റെ ചിക്കൻ കറി നല്ല രസമുണ്ടായിരുന്നു. താത്ത എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുറച്ച് സംസാരിച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ജൂൺ 1 സ്കൂള് തുറക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ താത്താൻ്റെ മോള്, ഇതാണ് താത്താൻ്റെ മോള് ഹിനുമോള്. ആൾ UKG LKG കഴിഞ്ഞ് ഇനി UKGയിലേക്കാണ് പോണത്. അപ്പോൾ അത് കഴിഞ്ഞ് ആൾ ക്ലാസ്സിലോട്ട് പോവുകയാണ്. അവൾ ബസ് വരും. അപ്പോൾ ഞങ്ങളോട് ബായൊക്കെ പറഞ്ഞിട്ട് അവൾ സ്കൂളിലേക്ക് പോയി. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നല്ല ഇഷ്ടമുണ്ടാക്കി പോവാൻ. ഞങ്ങൾക്ക് താറ്റൊക്കെ തന്നിട്ട് ആൾ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് റൂഹി ബേബി ഫുഡ് കഴിച്ചു. നേരത്തെ റൂഹി ബേബി കഴിച്ചിട്ടില്ലായിരുന്നു. ഓള് ചപ്പാത്തി കഴിച്ചു. പിന്നെ ഞങ്ങൾ ചാമ്പക്ക ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് പ്രിപ്പറേഷനിലായിരുന്നു. ഫിഷ്, ഇത് എന്ത് ഫിഷാണെന്ന് എനിക്കറിയില്ല. ഈ ഫിഷ് മസാലയൊക്കെ കൂട്ടിങ്ങാണ്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തു. താത്ത തന്നെ കേട്ടോ കുക്ക് ചെയ്തതൊക്കെ താത്ത തന്നെയാണ്. പിന്നെ ഇന്ന് താത്താൻ്റെ മോള് 10ാം ക്ലാസ്സായിരുന്നു. 10th ആൾ പഠിച്ചിരുന്നത്. അപ്പോൾ ഓളെ സ്കൂളിലേക്കൊന്ന് പോകണം. ഓളെ സ്കൂളിൽ ക്ലബ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയാണ് ഞാനും ചിഞ്ചു എന്നാണ് ഓളെ വിളിക്കൽ. ഞങ്ങൾ 2 പേരും ഓളെ സ്കൂളിലേക്ക് പോവുകയാണ്. ഓട്ടോയിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. റൂഹി ബേബിയെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ഓൾ താത്താൻ്റെ അടുത്തായിരുന്നു. ഞാനും ആയു ബേബി ചിഞ്ചുവാണ് പോയത്. ഇതാണ് ഓളെ സ്കൂള്. പന്തല്ലൂർ സ്കൂളിലായിരുന്നു ഓൾ പഠിച്ചിരുന്നത്. അപ്പോൾ ഒന്ന് സ്കൂൾ ക്ലാസ് തുടങ്ങിയല്ലേ, അപ്പോൾ അതിൻ്റെ വെൽക്കം എഴുതിങ്ങാണ്ടൊക്കെ ഉള്ളതുണ്ടായിരുന്നു. ഇത് പിന്നെ അവളെ സ്കൂളിൽ കയറുന്നോട് തന്നെ ഉള്ളൊരു കാഴ്ചകളാണ്. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ഗാന്ധിജിൻ്റെ പ്രതിമയും അതൊക്കെ കാണാൻ. പിന്നെ ക്ലബ് സർട്ടിഫിക്കറ്റ് വാങ്ങി ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവുകയാണ്. പെട്ടെന്ന് കിട്ടിയിരിക്കണം സർട്ടിഫിക്കറ്റ്. അധികം അവിടെ നിൽക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. ഞങ്ങൾ തിരിച്ച് ഓട്ടോയിൽ തന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അതിനിടെ ഞങ്ങൾക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അവിടെ തന്നെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറിങ്ങാണ്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. വിപ്പിംഗ് ക്രീമാണ് ഇത്. അപ്പോൾ വിപ്പിംഗ് ക്രീമും പിന്നെ നമ്മളൊരു ഡയറി മിൽക്ക് എടുത്തു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയി. പിന്നെ ഇത് ഈ യോഗേർട്ട്, സ്ട്രോബെറി യോഗേർട്ട് ഞാൻ എടുത്തതായിരുന്നു. എനിക്ക് മിൽക്കി മിസ്റ്റിൻ്റെ സ്ട്രോബെറി യോഗേർട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതെടുത്തെടുത്തതാണ്. മിൽക്കി മിസ്റ്റിൻ്റെ അത്ര ടേസ്റ്റ് ഇതില്ലായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് ഓട്ടോയിൽ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ നിന്ന് കുറച്ച് പോവാണ്ട് ഈ പന്തല്ലൂർ സ്കൂളിൽ. അവർ താത്തിയിട്ട് നിൽക്കുന്നത് പന്തല്ലൂർ കേക്കുംപറമ്പാണ് അവർ നിൽക്കുന്നത്. അവൾ പഠിക്കുന്ന സ്കൂള് പന്തല്ലൂർ സ്കൂള്. അവളിപ്പോൾ അവളെ അനിയനെ 8ാം ക്ലാസ്സിലേക്ക് ചേർത്തിരിക്കുന്നതും
പന്തല്ലൂർ സ്കൂളിലാണ്. അനിയത്തി ഇനുമോൾ വേറെ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇങ്ങനെ കുറച്ച് പോയി പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയതാണ് ഓലെ വീട് വരുന്നത്. റോഡ് സൈഡിൽ തന്നെയാണ് ഓലെ വീട് വരുന്നത്. ഞങ്ങൾ വീട്ടിലോട്ട് പോയി. റോഹി ബേബി ഞങ്ങളെ കാത്ത് നിൽക്കുന്നുണ്ടാവും. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഹിനുമോളും റിച്ചും ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെയാണ് ഞങ്ങൾ അവിടുന്ന് വാങ്ങിയ സാധനങ്ങൾ. ഈ യോഗട്ടും പിന്നെ ഒരു ഡയറി മിൽക്ക്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിക്കാനിരുന്നു. എല്ലാവരും ഒരുമിച്ചായിരുന്നു. കുട്ടികൾ സ്കൂളിൽ വന്നിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ലഞ്ച് കഴിച്ചു. ഒരു കിഴങ്ങ് കറി, പിന്നെ തേങ്ങാ ചമ്മന്തി, പപ്പടും മീൻ പൊരിച്ചതും ആയിരുന്നു. അതൊക്കെ കൂട്ടിക്കൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചു കൊണ്ട് ഫുഡ് കഴിച്ചു. പിന്നെ ഈവനിങ്ങിൽ ചായ കുടിച്ച വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഇത് ഉച്ചക്ക് ഫുഡ് കഴിച്ചത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുറച്ച് നേരം പോയി കിടന്നുറങ്ങി. എല്ലാവരും മക്കൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു. കുറച്ച് നേരം ഉറങ്ങി എണീറ്റ് ചായ കുടിച്ചു. ആ വീഡിയോ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് മഗ്‌രിബിൻ്റെ ടൈമാണ്. മഗ്‌രിബ് നിസ്കരിച്ചങ്ങാണ്ട് കുറച്ച് ടൈം അങ്ങനെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിക്ക് ചിക്കൻ ഫ്രൈ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. താത്തായിക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് എല്ലാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടാണ് താത്ത ചിക്കൻ ഫ്രൈ ചെയ്തത്. കുറച്ച് വിനാഗിരി ഒഴിച്ചു. ഇതൊക്കെ ഒഴിച്ചിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തുകൊണ്ട് അത് ഫ്രൈ ചെയ്തെടുത്തു. നല്ലോണം മിക്സ് ചെയ്തുകൊണ്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടുകൊണ്ട് അത് ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനുണ്ടായിരുന്നത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ചിക്കൻ ഫ്രൈയും പിന്നെ ഉച്ചക്ക് ഉണ്ടാക്കിയ കറി തന്നെയായിരുന്നു. പിന്നെ മുട്ട പൊരിച്ചതും പപ്പടവും ചിക്കൻ ഫ്രൈയും കറിയും കൂട്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. ഇത്ര തന്നെ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചിഞ്ചുവിന് കയ്യിൽ മൈലാഞ്ചി ഇട്ടെടുത്തു. ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല. ഫുള്ളായിട്ടൊന്നും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.